അനുദിന വിശുദ്ധർ, പേജ് 417, ഒക്ടോബർ 5. വിശുദ്ധ ഫൗസ്റ്റീന. ജീവിതകാലം 1901 മുതൽ 1938 വരെ. ദൈവകാരുണ്യത്തിൻ്റെ പ്രവാചികയും പ്രേക്ഷിതയുമാണ് വിശുദ്ധ ഫൗസ്റ്റീന. പോളണ്ടിലെ ലോഡ്സ് പ്രവിശ്യയിലുള്ള ഗ്ലോഗോവിസ് എന്ന ചെറിയ ഗ്രാമത്തിൽ സ്താനിസ്ലാവോസ് കോവാൾസ്കിയുടെയും മരിയാന ബാബലിൻ്റെയും മൂന്നാമത്തെ മകളായി 1901 ഓഗസ്റ്റ് 25 ഹെലൻ ജനിച്ചു. നല്ലവരായ മാതാപിതാക്കൾ ദരിദ്രരും വിദ്യാരഹിതരുമായിരുന്നെങ്കിലും ഉത്തമ മാതൃക നൽകി അവളെ ക്രൈസ്തവ ജീവിതത്തിൽ വളർത്തി. 5 വയസ്സുള്ളപ്പോൾ ദൈവമാതാവിൻ്റെ കരം പിടിച്ചുകൊണ്ട് സുന്ദരമായ ഒരു പൂന്തോട്ടത്തിലൂടെ നടക്കുന്ന ഒരു സ്വപ്നം അവൾക്കുണ്ടായി. പഠനത്തിൽ മിടുക്കിയായിരുന്നെങ്കിലും പോളണ്ടിൽ റഷ്യൻ അധിനിവേശമുണ്ടായതിനാൽ സ്കൂൾ പഠനം നിർത്തേണ്ടി വന്നു. 15 വയസ്സായപ്പോൾ ഉപജീവനത്തിന് തൻ്റെ മാതാപിതാക്കളെ സഹായിക്കുന്നതിനു വേണ്ടി ഹെലൻ ചില വീടുകളിൽ ജോലിക്ക് പോയി തുടങ്ങി. ഈ കാലയളവിൽ ഉള്ളിൽ നിന്നൊരു സ്വരം നിരന്തരം തന്നോട് പറയുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. ലോകത്തെ ഉപേക്ഷിച്ച് മഠത്തിൽ ചേരുക. മാതാപിതാക്കളുടെ എതിർപ്പുകളെ മറികടന്ന് സന്യാസ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ അവൾ തീരുമാനിച്ചു. മറ്റൊന്നും ചിന്തിക്കാതെ ഒരു നാൾ തൻ്റെ ബാഗെടുത്ത് അവൾ വാഴ്സയിലേക്ക് പോയി. വാഴ്സായിൽ നിരവധി മഠങ്ങളിൽ അവൾ അഭ്യർത്ഥന നടത്തിയെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ അഭാവത്തെയും വീട്ടുവേലക്കാരി എന്ന അവസ്ഥയെയും കരുതി അവൾക്ക് പ്രവേശനം ലഭിച്ചില്ല. ഒടുവിൽ 1925 ഓഗസ്റ്റ് 1 കാരുണ്യമാതാവിൻ്റെ മഠത്തിൽ അവൾക്ക് പ്രവേശനം ലഭിച്ചു. മഠത്തിലെ എല്ലാ ജോലികളിലും സന്തോഷത്തോടെ അവൾ വ്യാപൃതയായി. 1926 ഏപ്രിൽ 30 സിസ്റ്റർ മേരി ഫൗസ്റ്റീന എന്ന നാമത്തിൽ അവൾ സഭാവസ്ത്രം സ്വീകരിച്ചു. 1928 ഏപ്രിൽ 30 അവൾ വ്രതവാഗ്ദാനം നടത്തി. ഈ അവസരത്തിൽ തൻ്റെ ആഗ്രഹം അവൾ കർത്താവിനോട് പറഞ്ഞു. ഏറ്റവും അടുത്തിടപെടുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ശക്തമായ ഒരു സ്നേഹത്താൽ നാഥനു വേണ്ടി സ്വയം ശൂന്യയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥന ദൈവത്തിന് സ്വീകാര്യമായി തീർന്നു എന്നത് അവൾ അറിഞ്ഞില്ല. അവളെ മഠത്തിൽ അർത്ഥിനിയായി സ്വീകരിച്ച മദർ മൈക്കിൾ മൊറാക്സ്വെസ്ക സന്യാസ സഭയുടെ ആ വർഷങ്ങളിലേക്കുള്ള സുപ്പീരിയർ ജനറലായി തീർന്നു. ഈ മദറായിരുന്നു ഫൗസ്റ്റീനായുടെ സന്യാസ ജീവിതത്തിൽ അവൾക്ക് ഏറ്റവും വലിയ താങ്ങും തണലുമായിരുന്നത്. 1931 ഫെബ്രുവരി 22 ഫൗസ്റ്റീനായ്ക്ക് മനുഷ്യകുലത്തോടുള്ള ദൈവകാരുണ്യത്തിൻ്റെ വെളിപാടുകളുടെ ആരംഭം തുടങ്ങിയത്. വിശുദ്ധയുടെ വാക്കുകളിതാ: എൻ്റെ മുറിയിൽ സന്ധ്യാസമയത്ത് വെള്ളവസ്ത്രം ധരിച്ച ഈശോനാഥൻ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. വലത് കൈ അനുഗ്രഹിക്കുന്ന ഭാവത്തിലും ഇടതുകരം ഹൃദയഭാഗത്തെ തൊട്ടുകൊണ്ടും നിൽക്കുന്ന ഈശോ. ഹൃദയഭാഗത്ത് നിന്ന് ചുവന്നതും വെളുത്തതുമായ 2 പ്രകാശധാരകൾ താഴേക്കൊഴുകിയിറങ്ങുന്നു. നിശബ്ദയായി ഞാൻ കർത്താവിനെ നോക്കി നിന്നു. വലിയ ബഹുമാനം എന്നിൽ നിറഞ്ഞു, അതുപോലെ ആനന്ദവും. അല്പം കഴിഞ്ഞപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ കണ്ട വിധത്തിൽ ചിത്രം വരപ്പിക്കുക. അടിയിൽ ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്നും ആലേഖനം ചെയ്യുക. ഈ ചിത്രം ആദ്യം നിങ്ങളുടെ കപ്പേളയിലും പിന്നീട് ലോകം മുഴുവനും വണങ്ങപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചിത്രം വണങ്ങുന്ന ആത്മാവ് നശിക്കുകയില്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആ ആത്മാവ് തൻ്റെ ശത്രുക്കളുടെ മേൽ, പ്രത്യേകിച്ച് മരണനേരത്ത് വിജയം വരിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ മഹത്വമായി ഞാൻ തന്നെ ആ ആത്മാവിനെ സംരക്ഷിക്കും. ഈസ്റ്റർ കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ച ദൈവകാരുണ്യത്തിൻ്റെ തിരുനാളായി ആചരിക്കപ്പെടണമെന്നും യേശുനാഥൻ ഫൗസ്റ്റീനയ്ക്ക് സന്ദേശം നൽകി. 1933 മെയ് 1 നിത്യവ്രത വാഗ്ദാനം നടത്തിയ സിസ്റ്റർ ഫൗസ്റ്റീന ദൈവകാരുണ്യത്തിൻ്റെ പ്രവാചകയായി തീർന്നു. തന്നെ മനസ്സിലാക്കുവാനും സഹായിക്കുവാനും ആരുമില്ലാത്ത അവസ്ഥയിൽ ഒരു ആത്മീയ ഗുരുവിനെ നൽകണമെന്ന് അവൾ പ്രാർത്ഥിച്ചു. കർത്താവെ, അങ്ങു തന്നെ എൻ്റെ ആത്മാവിനെ നയിച്ചാലും, കാരണം ഞാൻ എന്നിൽ തന്നെ ഒന്നുമല്ല. വിൽനിയൂസിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ ഫൗസ്റ്റീന ഫാദർ മൈക്കിൾ സൊബോക്കോയ്ക്ക് യേശുവുമൊത്തുള്ള സംഭാഷണത്തെക്കുറിച്ച് വിശദമായി വിവരിച്ചു. അദ്ദേഹം ആവശ്യപ്പെട്ട മാനസികവും ആത്മീയവുമായ എല്ലാ പരീക്ഷണങ്ങളും അവൾ വിജയകരമായി പൂർത്തിയാക്കി. ആത്മീയ ഗുരു പരിചയപ്പെടുത്തിയ ചിത്രകാരനായ കസിമിയറോസ്കിക്ക് അവൾ വിശദാംശങ്ങൾ പറഞ്ഞുകൊടുത്ത് ദിവ്യകാരുണ്യത്തിൻ്റെ ഛായാചിത്രം വരച്ചെടുത്തു.
1935 സെപ്റ്റംബറിൽ യേശുനാഥന്റെ നിർദ്ദേശാനുസരണം ഫൗസ്റ്റീന കരുണക്കൊന്ത തയ്യാറാക്കി. 1937 ആയപ്പോഴേക്കും ദൈവകാരുണ്യത്തിന്റെ ചിത്രവും കരുണക്കൊന്തയും പ്രശസ്തമായി. ദിവ്യഗുരുവിന്റെ ആഗ്രഹമനുസരിച്ച് മറ്റുള്ളവരുടെ പാപപരിഹാരത്തിനായി അവൾ തൻ്റെ സഹനങ്ങളെ സമർപ്പിച്ചു. തന്നെ സമീപിക്കുന്നവർക്ക് അനുദിനം ദൈവകാരുണ്യത്തിൻ്റെ സംവാഹകയായിക്കൊണ്ടും സഹജീവികളിലേക്ക് ആനന്ദവും സമാധാനവും പകർന്നുകൊണ്ടും ദൈവകാരുണ്യത്തെക്കുറിച്ച് രചനകൾ തയ്യാറാക്കിയും ഫൗസ്റ്റീന ലോകത്തെ കർത്താവിൻ്റെ ആഗമനത്തിനായി ഒരുക്കി. ദർശനങ്ങളുടെ ആധിക്യവും അനാരോഗ്യവും മൂലം ക്ഷീണിതയായ ഫൗസ്റ്റീന 1938 ഒക്ടോബർ 5 ദിവ്യനാഥന്റെ സന്നിധിയിലേക്ക് യാത്രയായി. പോളണ്ടിലെ ക്രോക്കോവിലുള്ള ദൈവകാരുണ്യത്തിന്റെ ബസിലിക്കയിൽ അവളുടെ കബറിടം സ്ഥിതി ചെയ്യുന്നു. പോളണ്ടിൽ നിന്ന് തന്നെയുള്ള വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മഹാജൂബിലി വർഷത്തിൽ 2000 ഏപ്രിൽ 30 അവളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ദൈവകാരുണ്യ പ്രവാഹത്താൽ മനുഷ്യഹൃദയത്തെ വിമലീകരിച്ച് വിശുദ്ധമാക്കാൻ ദൈവം തിരഞ്ഞെടുത്ത കാരുണ്യത്തിന്റെ പ്രവാചകിയാണ് വിശുദ്ധ ഫൗസ്റ്റീന.